ഇന്നൊരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബീഫ് വരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അരിപ്പത്തിരിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു 2.5 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊരു 3 മിനിറ്റോളം ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ, ചെറിയ തീയിൽ വെക്കാം. പിന്നെ ഇതിലേക്ക് നമ്മളൊരു 2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂണ് ഉലുവയും ചേർത്ത് കൊടുത്തിട്ട് ഒരു മിനിറ്റോളം ഒന്നും കൂടെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കട്ടോ. ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ ബീഫ് എടുക്കുക. ഞാനിവിടെ ഒരു 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ വറുത്തെടുത്തിട്ടുള്ള ആ ഒരു മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ആവശ്യത്തിന് ഉപ്പും ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് നാരങ്ങയും കൂടെ പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതൊരു അരമണിക്കൂർ ഒന്ന് മൂടി വെക്കാം. ഇനി നമുക്ക് ഒരു കുക്കർ എടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ, അതുപോലെ ഒരു പകുതി ഉള്ളി, വലിയ ഉള്ളിയും അതുപോലെ ഒരു 5-8 ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയെടുത്ത് ചേർത്ത് കൊടുക്കണം. ഒരു 3 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം നമ്മൾ ഈ ഒരു ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 5-6 വിസിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട, അതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. അപ്പോൾ ഇത് നമുക്കിനി കുറച്ച് വറ്റിച്ചെടുക്കാം. അതിനുശേഷം ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മല്ലിയിലയും പുതിനയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അരിപ്പത്തിരിൻ്റെ കൂടെയൊക്കെ പ്രത്യേകിച്ച് ഈ ഒരു ടൈമിലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക്